നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസ് ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലി മാട്രസസ്. സെൻകുമാറിൽ സർക്കാരിന് പ്രഹരം. സെൻകുമാർ കേസിൽ സംസ്ഥാന സർക്കാരിന് വൻ തിരിച്ചടി. പോലീസ് മേധാവി സ്ഥാനം TP സെൻകുമാറിന് തിരിച്ചു നൽകാൻ സുപ്രീം കോടതി ഉത്തരവ്. ഉദ്യോഗസ്ഥനെ മാറ്റിയ സർക്കാർ നടപടി ശരിവെച്ച ഹൈക്കോടതി വിധി റദ്ദാക്കി. ജുഷാവധത്തിലെയും പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തിലെയും വീഴ്ച ചൂണ്ടിക്കാട്ടിയുള്ള സർക്കാർ നടപടി തെറ്റെന്നും സുപ്രീം കോടതി. സെൻകുമാറിനോടുള്ള സർക്കാർ സമീപനം നീതിയുക്തമല്ല. അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയത് ഇടതു സർക്കാർ അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെയെന്നും കോടതി നിരീക്ഷണം. സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധി സർക്കാരിന്റെ ഭരണപരമായ പ്രവർത്തനങ്ങളിൽ നിർണായകമാകും. അനുകൂല വിധിയിൽ അഭിഭാഷകർക്കും പിന്തുണച്ചവർക്കും നന്ദി പറഞ്ഞ് TP സെൻകുമാർ. കോടതി നിയമം നടപ്പാക്കിയതിൽ സന്തോഷമുണ്ട്. സത്യസന്ധരായ ഉദ്യോഗസ്ഥർ പീഡിപ്പിക്കപ്പെടരുതെന്നും പ്രതികരണം. പോലീസ് മേധാവിയായുള്ള സെൻകുമാറിന്റെ പുനർനിയമനം ജൂൺ 30 വരെ. സുപ്രീം കോടതി ഉത്തരവിൽ പഠിച്ച ശേഷം തുടർ നടപടിയെന്ന് സർക്കാർ. വിധി പകർപ്പ് വരട്ടെയെന്നും നിയമപരമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നും മുഖ്യമന്ത്രി. വിധി ഉടൻ നടപ്പാക്കണമെന്ന് VS. സെൻകുമാറിന് അനുകൂലമായ വിധി സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയെന്ന് രമേശ് ചെന്നിത്തല. ഉത്തരവിലൂടെ സെൻകുമാറിന് നീതി ലഭിച്ചെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. നീക്കിയതിലും വലിയ കുരിശ്. കുരിശ് വിവാദത്തിന് പിന്നാലെ MM മണിയുടെ സ്ത്രീവിരുദ്ധ പരാമർശത്തിലും വിഷമവൃത്തത്തിൽ കുരുങ്ങി CPM-ഉം സർക്കാരും. മന്ത്രിക്കെതിരെ പാർട്ടിക്കകത്തും പുറത്തും വിമർശനം ഉയരുന്ന സാഹചര്യത്തിൽ നാളെ ചേരുന്ന പാർട്ടി നേതൃയോഗം നിർണായകം. ഇങ്ങനെ പോയാൽ മന്ത്രിസഭയിലുണ്ടാകില്ലെന്ന് മണിക്ക് കോടിയേരിയുടെ താക്കീത്. മുഖ്യമന്ത്രി കൂടി കൈവിട്ട സാഹചര്യത്തിൽ ഇനി അറിയാനുള്ളത് മണിക്ക് സംസ്ഥാന കമ്മിറ്റി വിധിക്കുന്ന ശിക്ഷ എന്തെന്ന് മാത്രം. മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് സ്ത്രീകളോട് പുലർത്തേണ്ട പാർട്ടി നിലപാടിൽ നിന്നുള്ള വ്യതിചലനമെന്ന് നേതാക്കൾക്കിടയിൽ പൊതുവികാരം. മണിയുടെ ഭാഗത്തു നിന്ന് ആവർത്തിച്ചുണ്ടാകുന്ന വിവാദ പരാമർശങ്ങളിൽ CPM കേന്ദ്ര നേതൃത്വവും അതൃപ്തി രേഖപ്പെടുത്തിയതായി സൂചന. അനാവശ്യ വിവാദങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായ കെടുത്തുന്നതായി വിലയിരുത്തൽ. നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ വിവാദ പരാമർശത്തിന്റെ പേരിൽ സർക്കാരിനെ പ്രതിപക്ഷം മുൾമുനയിൽ നിർത്തുമെന്ന് തീർച്ച. മാപ്പില്ല, മണിക്ക് ഖേദം മാത്രം. വാവിട്ട വാക്കിന് ഖേദത്തിൽ കൈകഴുകി MM മണി. വിവാദ പരാമർശത്തിന്റെ പേരിൽ മാപ്പ് പറയില്ല. ഖേദം പ്രകടിപ്പിച്ചത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടെന്നും അതോടെ ആ അധ്യായം അടഞ്ഞെന്നും വിശദീകരണം. സംസാര ശൈലി മാറ്റുന്ന കാര്യത്തിൽ ആത്മപരിശോധന നടത്തുമെന്നും മന്ത്രി മണി. തന്റെ പ്രസംഗത്തിന്റെ പേരിൽ ഇടുക്കിയിൽ NDA നടത്തുന്ന ഹർത്താൽ അനാവശ്യം. പെമ്പിള ഒരുമൈ പ്രവർത്തകരുടെ സമരപ്പന്തലിൽ നേരിട്ടെത്തി മാപ്പ് പറയില്ല. താൻ പറഞ്ഞത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്നും മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നാലും ശൈലി മാറ്റില്ലെന്നും കടുപ്പം വിടാതെ MM മണി. അതേസമയം മണിയുടെ മാപ്പില്ലാതെ സമരം പിൻവലിക്കില്ലെന്ന നിലപാടിൽ മൂന്നാറിൽ പെമ്പിള ഒരുമൈ പ്രവർത്തകർ സമരം തുടരുന്നു. മണിയുടെ വിവാദ പരാമർശത്തിൽ പ്രതിഷേധിച്ച് NDA ആഹ്വാനം ചെയ്ത ജില്ലാ ഹർത്താൽ പൂർണ്ണം. ഇടുക്കിയിൽ UDF കരിദിനവും. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2785 രൂപ, പവൻ 22,280 രൂപ, വെള്ളി ഗ്രാമിന് 48 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസ് ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലി മാട്രസസ്. പ്രധാന വാർത്തകൾ ഇനി 5:30. നമസ്കാരം.